ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനും അമ്മയും കൂടെ കുറച്ച് ദിവസം ഞങ്ങൾ രണ്ടും ഒക്കെ ഇറങ്ങിയിട്ട് അവിടെ പുന്നല അമ്മൂമ്മ കൊട്ടാരം ഞങ്ങൾ രണ്ടും പോയിട്ടില്ല. ഞങ്ങൾ രണ്ടും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോയിലൊക്കെ വരാനുള്ള ഉദയണ്ണൻ്റെ നാടാണ്. അപ്പോൾ ഉദയണ്ണൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പോകാൻ ഇറങ്ങി അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങളുടെ റോഡൊക്കെ കണ്ടല്ലോ പാളിച്ചായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നന്നാക്കോട്ടെ നന്നാക്കും. പിന്നെ അങ്ങനെ ഞങ്ങളുടെ സ്വന്തം മുരുകൻ കോയിൽ ഇപ്പം ഒരാഴ്ച കൊണ്ട് വീഡിയോയിലൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാം ശാന്തമായി അങ്ങനെ ഞങ്ങൾ നിൽക്കാൻ ഞങ്ങൾ അവിടെ കയറി ഭഗവാനെ കണ്ട് തൊഴുതിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ പോയി കണ്ടത് നമ്മുടെ ഈ പാലമാണ്. ഇപ്പോൾ വീഡിയോയിലൊക്കെ ഈ പാലം ഒരുപാട് വീഡിയോസിലൊക്കെ ഈ പാലം വരാറുണ്ട്, സ്റ്റാറ്റസിലും റീൽസിലൊക്കെ വരാറുണ്ട്. അങ്ങനെ ഈ പാലത്തിൻ്റെ വീഡിയോ കൂടി എടുത്തോണ്ട് അങ്ങ് പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു കാവുണ്ട്. ഈ കാവ് എല്ലാവരും അവിടെ ഇറങ്ങി പൈസയൊക്കെ ഇട്ട് തൊഴുതിട്ടാണ് പോകുന്നത്. ഞങ്ങളും അങ്ങനെ പൈസ ഇട്ട് തൊഴുതിട്ടാണ് പോയത്. പിന്നെ അങ്ങനെ നേരെ പുന്നലിലോട്ട് പോയി. അപ്പോൾ അവിടെ റോഡ് നല്ലതാണ്. ഇപ്പോൾ റോഡൊക്കെ നല്ല ഗണേഷ് കുമാർ KP ഗണേഷ് കുമാർ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ തട്ടകമാണ്, പണി റെഡിയാക്കി ഇട്ടേക്കുവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ അമ്പലത്തിലോട്ട് ചെന്നു. അമ്പലത്തിൽ ചെന്നപ്പോൾ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ചയാണ്. രാവിലെ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ രാവിലെ അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് അതിൽ നല്ല കറക്റ്റ് പ്രകൃതി രമണീയമായ ഒരു ഗ്രാമപ്രദേശമാണ്. അടിപൊളി. ബാക്കിലൊരു തോടൊക്കെ ഇങ്ങനെ ഒഴുകുന്നു. നല്ല അടിപൊളിയായിട്ട് നല്ല കാവ് പോലെയാണ്. ചൂരൽ പടപ്പുകളൊക്കെ പടർന്നിങ്ങനെ കിടക്കുകയാണ്. അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കണ്ട്. അവിടെ നിന്ന് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. വയലിൻ്റെ സൈഡിൽ നല്ല അടിപൊളിയാണ് കാണാൻ. നല്ല തോടൊക്കെ നല്ല ഇതൊരു തണുപ്പാണെന്നറിയാൻ വെള്ളത്. നല്ല രസം കാണാൻ, നല്ല രസമാണ്. പണ്ടൊക്കെ നമ്മുടെ കൊച്ചുനാളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, നമ്മൾ ഇപ്പം കണ്ടിട്ടില്ല. ആ വയലിൽ കൂടെ തന്നെയാണ് അക്കരയ്ക്ക് കയറാൻ വരമ്പാണ്. നമ്മുടെ രണ്ടുപേര് ഒരു അച്ഛനും മോളുമാണ്. അവർ തൊഴുതിട്ട് ആ വരമ്പിൽ കൂടെ നടന്ന് അങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്. എന്ത് രസമാണല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ വരമ്പിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ രണ്ടുപേരുടെ നടന്നു പോകുന്നു. നല്ല അടിപൊളിയായിട്ട് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകാം. അങ്ങനെ ഇപ്പുറത്ത് അടുത്ത് നോക്കി പോകണം. അവിടെ ഒരു കാള നിൽക്കുന്നത്. അമ്പലത്തിൽ വളർത്തുന്ന കാളയാണ്. ആരോ ചെറുപ്പത്തിലെ നേർച്ചയായി കൊടുത്ത് അവിടെ വളർത്തുന്നത്. അതിനിടയ്ക്ക് രണ്ട് കൊച്ചു പയ്യന്മാരുടെ കുസൃതി. അവന്മാർ അവിടെ തോട്ടിൽ കളിക്കാൻ നിൽക്കുകയാണ്. ഞാൻ വിളിച്ച അവന്മാരെ ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവന്മാരന്നേരം നോക്കിയിട്ട് എന്നോട് ചോദിക്കുന്നത് എന്തുവാന്നൊക്കെ ചോദിക്കുന്നത്. എന്നിട്ട് ഒരു പയ്യൻ ഹായ് പറയുന്നുണ്ട്. വളരെ രസമാണ്. പിള്ളേർക്ക് രസമല്ലേ തണുത്ത വെള്ളമൊക്കെ കാണുമ്പോൾ. അങ്ങനെ വീണ്ടും ബാക്ക് സൈഡ് ഇങ്ങനെ കാണുകയാണ്. നല്ല അടിപൊളിയായിട്ട്. ഒരു കാലത്തൊക്കെ ഫുള്ള് നെൽവയലായിരുന്നെന്ന് അവർ അവിടെയുള്ളവർ പറയുന്നത്. ഫുള്ള് നെല്ലൊക്കെ വിളഞ്ഞു കിടന്ന് നല്ല അടിപൊളി രസമായിരുന്നു കാണാനെന്ന്. അങ്ങനെ ഇതാണ് അവിടുത്തെ തിരുമകൻ. അവിടെ ഒരു കാളയുണ്ടെന്ന് പറഞ്ഞില്ലേ, കാളിദാസൻ. പുന്നല അമ്മൂമ്മയുടെ മകൻ കാളിദാസൻ, അതിൻ്റെ തൊഴുത്താണത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഉദയണ്ണൻ്റെ വീട്ടിലോട്ടാണ്. ഉദയൻ്റെ വീട്ടിൽ പോയി ഉദയൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് ഉദയണ്ണ പോയ വയലാണ്. ഫുള്ള് കാച്ചിൽ സീസണിൽ ഈ ഓണത്തിലേക്ക് കളിക്കാനുള്ള കാച്ചിൽ ഇപ്പോഴേ കൃഷി ചെയ്തേക്കാണ് ആൾക്കാർ. ഫുള്ള് ഇട്ടേക്കാണ്. അടിപൊളി രസമാണ് കാണാൻ. ഞങ്ങൾ അങ്ങനെ വയലിലോട്ട് അറിയുമ്പോൾ ആ തോടൊക്കെ ഉണ്ട്. ആ അമ്പലത്തിനോടെ കണ്ട അതേ തോട് തന്നെയാണ്. തോട് കൊണ്ട് അറിയുമ്പോൾ ആ ചെറിയ പാലമൊക്കെയാണ്. പഴയ നാട്ടുവഴി നമുക്ക് കണ്ട ഒരു ഓർമ്മയൊക്കെ വരും. അങ്ങനെ ഇറങ്ങിപ്പോയി. വെള്ളം നിറച്ച് കിടപ്പുണ്ട് വയലിലൊക്കെ. പിന്നെ അവിടെ ചീര കൃഷി ചെയ്തേക്കാണ്. നല്ല ചുമന്ന ചീര. ഇത് ഞങ്ങൾ കുറച്ചേ എടുത്തുള്ളൂ. അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ടെന്നാണ് അണ്ണൻ പറഞ്ഞത്. ഞങ്ങളോട് പോയില്ല. പിന്നെ ഫുള്ള് കാച്ചിൽ പടർന്ന് കയറൊക്കെ കെട്ടി ഇങ്ങനെ ഇട്ടേക്കുവാണ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല കൃഷി, നല്ല തണുത്ത കാലാവസ്ഥയാണ്. അടിപൊളിയാണ് അവിടെയൊക്കെ പോയി ഇരിക്കാൻ നമുക്ക് നല്ല രസമായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇപ്പുറത്തൊരു കാര്യമുണ്ട്. വാഴയൊക്കെ ഉണ്ട്. വാഴ കൃഷി ചെയ്തിട്ടുണ്ട് ആൾക്കാർ. ഇതിലൊക്കെ ഉപരി ഇത് നല്ല ഈ ചൂട് സമയത്ത് നല്ല വെള്ളം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയൊക്കെ. അതിനാണ് ഉദയണ്ണനെ കാണാം. ഉദയണ്ണൻ നിൽക്കുന്നില്ല. ഉദയണ്ണൻ അങ്ങനെ പിന്നെ തിരിച്ച് വീണ് ഞങ്ങൾ മേളിൽ കയറി നേരെ കഴിഞ്ഞ് പോരുന്നു. ഉദയൻ്റെ വീട്ടിലോട്ട് പോകുന്നു. ഉദയൻ്റെ വീട്ടിലും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, മറക്കല്ലേ.